ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്ന് ഞാനല്ല ഞങ്ങൾക്ക് ഔട്ടിംഗ് ഉണ്ട്. പിന്നെ ഞങ്ങൾ 3:30 പോകുന്നത്. അപ്പുറത്തെ ലക്ഷ്മിക്കാർക്കുണ്ട്. അറിയത്തില്ല എങ്ങനെ ഇന്ന് എവിടെ പോകുന്നതെന്ന് ഒരു പ്ലാനിങ്ങും ഇല്ല. പക്ഷേ ഞങ്ങൾ ഇറങ്ങുന്നു. അവിടെ ചെല്ലുമ്പോൾ അറിയാം എന്തായിരിക്കും നടക്കാൻ പോകുന്നത്. സോ അതുകൊണ്ട് ഇപ്പോഴേ ഞാൻ പറയുന്നില്ല ഞങ്ങൾ എന്താ ചെയ്യാൻ പോകുന്നത്. ഞാൻ പെട്ടെന്ന് പോയി റെഡി ആയിട്ട് രാവിലെ എണീച്ചപ്പോഴേ ബോധമില്ലാതെ എണീറ്റ്. ഇന്ന് ഔട്ടിംഗ് ഉള്ള കാര്യം എന്നെ വന്ന് ആദ്യം ട്രീസ് വിളിച്ചോണത്. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ കിടത്തുറങ്ങി. പിന്നെ പെട്ടെന്ന് എണീറ്റ് അപ്പോഴാലോചിച്ച് ഇന്ന് ഔട്ടിംഗ് പെട്ടെന്ന് സമയം നോക്കി 6:30 ആയുള്ളൂ. ഭാഗ്യം 8 മണിക്കാണ് ബസ് എടുക്കുന്നതെന്ന് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ലേറ്റ് ആകും. പക്ഷേ എന്നാലും നമ്മൾ സമയത്ത് ഇറങ്ങിയത് വിസിലടിച്ചിട്ട് ഞങ്ങൾ ഓട്ടിക്കിട്ടും. പിന്നെ ഫുഡ് കഴിക്കാറുണ്ട്. എല്ലാം സമാധാനത്തോടെ ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ നമുക്ക് കാണാം. ഞാൻ പോയി പെട്ടെന്ന് റെഡി ആയിട്ട് അപ്പോൾ ഞങ്ങൾ റെഡിയായി കഴിച്ച് ഞങ്ങൾ ഇനിയിപ്പം ഔട്ടിങ്ങിന് പോകാൻ റെഡിയായി. എന്താ പറയുന്നത് എനിക്ക് തന്നെ അറിയത്തില്ല ഞാൻ റെഡി ആയിരുന്നു. വേണ്ട ട്രീസയുടെ ഔട്ട്ഫിറ്റ് കേട്ടോ. നമ്മളെ റൂമിൽ നിന്ന് ആരും ശ്രദ്ധിക്കരുത്, കാരണം അത്രയ്ക്ക് മോശമാണ്. ബാ അയ്യോ നമുക്കപ്പോൾ എന്താണെന്ന് അറിയത്തില്ല. ഞങ്ങൾ പോകുന്നു, അത് മാത്രമേ ഞങ്ങൾക്ക് അറിയാം. ഓക്കെ ഗേസ്, അപ്പോൾ നമ്മൾ ചെന്ന് താഴെ ഫുഡ് കഴിക്കണം. അതാണ് മെയിൻ. ഇത് തലേന്നുള്ള ഷോർട്ട്സ് ഉണ്ടെങ്കിൽ ഞങ്ങൾ ഇന്നലെ കേളാക്കി കൊടുത്ത മുടി, അതാണ് എന്ത് ഭംഗി കിടക്കുന്നത്. ഇന്ന് കൊള്ളാം. പക്ഷേ ശരിയാക്കാം. ഓക്കെ ബൈ. നമ്മൾ ആ രജിസ്റ്റർ കൊണ്ടുകൊടുക്കാം. യെസ് യെസ്, ഞങ്ങളിവിടെ റെഡിയായി. എത്ര റെഡിയായി നിങ്ങൾ കഴിയത്തില്ല. അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ. ടാറ്റ. ഹാപ്പി അല്ലേ? ടാറ്റ. ക്യാമറ ഉണ്ട് കഴിഞ്ഞാൽ പിന്നെ സംസാരമൊന്നും വരത്തില്ല. ഇനി പോയി ഫുഡ് കഴിക്കണം അല്ലേ? ഫുഡ് അത് മാത്രം. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഏഞ്ചലൊക്കെ വന്നു. അതാണ് എനിക്ക് വിളിക്കുമ്പോൾ ഭയങ്കര ഇഷ്ടം. ഏഞ്ചലേത് വിളിക്കാൻ ഭയങ്കര ഇഷ്ടം. നിങ്ങളൂടെ വരാതെ ഞങ്ങളാ പ്ലാൻ. അതൊക്കെ അത്ര അല്ലേ. എല്ലാവരും ധൃതി പിടിച്ച് ചോദിക്കും. കുറച്ച് ലേറ്റ് ആയി അല്ലേ? അവിടെ ഉള്ളവരൊന്നും കാണിക്കാൻ പറ്റും. നമ്മളെ മാത്രമേ. നല്ല ബാക്ക്ഗ്രൗണ്ട് അല്ലേ? ഇഷ്ടപ്പെട്ടു. ഫോട്ടോ എടുക്കാം അല്ലേ? എല്ലാത്തിനും ഫോട്ടോ എടുത്തിട്ടൊക്കെ വരാം. ലക്ഷ്മിക്കാരും ഉണ്ട് അല്ലേ? വണ്ടി എടുക്കണം എന്ത് കാലമാണെങ്കിൽ. സോ ഫാൻ വെച്ചിട്ട് മുടി പറക്കത്തായിട്ട് കാറ്റുണ്ട്. ഇവിടെ കിട്ടുന്നു. എനിക്കും ഉണ്ടായിരുന്നു, പക്ഷേ ഫാനിലേക്ക് ചാർജ് ഇല്ല. ഒരു ഡയറക്റ്റിന് നിന്നെ എടുത്തില്ലെങ്കിലോ? പിന്നെന്താണ് നിന്നെ ഫുൾ ടൈം ഞാൻ എൻ്റെ ക്യാമറക്കകത്തായിരിക്കും. നീ പേടിക്കണ്ട. ഞാനുണ്ട്. വ്ളോഗില്ല ഒരു ദിവസം എനിക്ക് എന്താ ഞാൻ എൻ്റെ കോളനി കാണാത്തോട്ടെ. ഇതിനകത്ത് ഔട്ടിങ്ങിന് അതെ പള്ളി ഭക്തി എവിടെ നല്ല രസമില്ലേ? അതാണ് നമ്മളെ ക്യാമറ വെയിറ്റ് ചെയ്യുന്നത്. മതി ഇല്ലെങ്കിൽ ഇവിടെ തന്നെ നിൽക്കാം. പള്ളി പോണ്ട. എല്ലാവരും ഉണ്ട് ഇവിടെ, എല്ലാവരും നോക്കുന്നുണ്ട്. അതാണ് പ്രശ്നം. എനിക്കിപ്പോൾ ഒരു കൂട്ട് കിട്ടി എക്സ്ട്രാ. എനിക്ക് വീഡിയോ എടുക്കാൻ ആളില്ലെന്ന് പറഞ്ഞ് ഞാൻ ഇരിക്കുകയായിരുന്നു. നല്ല വെയിലടി. പക്ഷെ അശ്വതി ആ ഫോട്ടോ എടുക്കാനോ നല്ല രസമായിരുന്നു. അശ്വതിയുടെ വീഡിയോ നോക്കും എല്ലാവരും. നല്ല രസമില്ലേ? കൊള്ളാം. നല്ല രസമുണ്ട് ഇന്ന്. ആ കണ്ണും ആ ഹെയറും വാട്ടേ എനിക്കൊന്നും പറ്റല്ലേ. നിനക്കൊന്നും ഇല്ല വെക്കുന്നു. ഓക്കെ നിന്നെ പിടിക്കൊന്നും പറ്റൂല എന്തായാലും. അതെ നല്ല വെയിലൊക്കെ ആയിട്ട്. ഞാൻ അങ്ങോട്ട് ക്യാമറ പ്രശ്നമുണ്ടോ? ഞാൻ യൂട്യൂബ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് ചോദിച്ചത്. ഓ നിങ്ങൾ രണ്ടുപേരും വലിയ ആൾക്കാർ. അതെ രണ്ടുപേരും ഔട്ട്ഫിറ്റ് നോക്കിക്കേ. ഇല്ലില്ല, നിങ്ങൾ രണ്ടുപേരും ഏകദേശം ജീൻസിലൊക്കെ പാൻറ്. ഞാൻ ഫ്രണ്ട് വരട്ടെ, നല്ലൊരു ക്യാമറ. നിങ്ങൾ രണ്ടുപേരും ഒരുപോലെ. നിന്നെ ഒറ്റയ്ക്ക് ആക്കുന്നില്ല, നമ്മളെല്ലാവരും. അല്ല ഇത് കോമൺ ആയിട്ടുള്ള ഒരു സീരിയസ്ലി നമ്മൾ എന്താണ് ഇതായിട്ടല്ലേ കോയിൻസിഡൻസ്. അവരെ കളറ് ബാക്കിൽ അവളൊരു ടോപ്പ് ഒരുപോലത്തെ, നമ്മൾ പാൻറ് ബ്ലാക്ക്. കോയിൻസിഡൻസ്. ഇന്ന് നമ്മൾ പൊളിക്കും എന്നാണ് എൻ്റെ നിഗമനം. അതെ ആദ്യം പള്ളി. ഫുഡ് മെയിനാണ്. ഞങ്ങൾ രണ്ടുപേരും അല്ല, നമ്മൾ 1 2 3 ഞാനെന്താ ഉദ്ദേശിച്ചത്? അല്ല സൊമാജോടിയിൽ നമ്മൾ എത്ര 2 3 4 നമ്മൾ 3 പേര്. സോറി. അതെങ്ങനെ നീയും 5 പേര്? നമ്മൾ 4 പേര്. അപ്പോൾ അവളുമാരെങ്ങനെ 3 പേരായത്? നമ്മൾ മൊത്തത്തിൽ 4 8 പേരുണ്ട് ടോട്ടല്. 2 2 മാറി.
ഓ ആൻസിയും ഐശ്വര്യ. ഓ ഞാൻ സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഇന്നത്തെ ഔട്ടിങ്ങും കറക്റ്റ് 3 വെച്ച് ഇറങ്ങി. ഒന്ന് ഞങ്ങളുടെ ഇവിടെ നിന്ന് ആൻസി വന്നിട്ടില്ല, ഇവരവിടെ നിന്ന് സംസാരിച്ച് വഴി മറന്നുപോയി. എന്ത് പറഞ്ഞുകൊണ്ടിരുന്നത്? ഇവരെ കൂടെ ഉണ്ടായിരുന്ന ഐശ്വര്യ വന്നില്ല, ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ആൻസി വന്നില്ല. അതും ഒരു നിമിത്തം പോലെയല്ല, പക്ഷെ അവരും കൂടെ വേണമായിരുന്നു വൈബ്. അവർ ഔട്ട്ഫിറ്റ് എന്തായിരുന്നു അല്ലേ? ഞാൻ ആരും മൈൻഡ് ചെയ്താണ് ബ്ലോഗ് എടുക്കുന്നത്, കാരണം ഞാൻ മൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ബ്ലോഗ് എടുക്കാൻ പറ്റൂല. സോ നമ്മൾ ഭയങ്കര എക്സ്ട്രോവേർട്ട് ആവണം. എല്ലാവരും ഗ്രൂപ്പായിട്ട് നടക്കുക. നമ്മളെല്ലാവരും കറക്റ്റ് അല്ലേ? 2 വാർഡിലുള്ളവർ ഒരുമിച്ച് നടക്കുന്നത്. അറിയത്തില്ല. അല്ലല്ല അതെയല്ലേ? അത് ഞങ്ങൾ ഇന്നലെ കേളി ഞങ്ങൾ ഹെൽപ്പ് ചെയ്തടി, അത്ര വലിയ തലമുടി വല്ല സെറ്റ് ചെയ്തെടുക്കാൻ. എനിക്കിഷ്ടമാണ്, പക്ഷെ മാനേജ് ചെയ്യാൻ ഭയങ്കര പാടാണ്. ലൈക്ക് ഇതുപോലെ മാനേജ് ചെയ്ത് കൊണ്ട് നടക്കണം ഒന്നാമത്തെ കാര്യം, എങ്കിലും ഭംഗി കിട്ടും. അല്ലെങ്കിൽ ഒരുപാട് പറഞ്ഞു കുഴപ്പമില്ല, നമുക്ക് കിട്ടുന്ന മാസം നേരമില്ല. അതെ എൻ്റെ വേവിയാട്ടോ. എന്നാ ഉണ്ട് ഗൈസ്? എനിക്കിന്ന് നല്ല ദിവസമല്ലേ, ഇവിടെ കൂടെ ഉള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നു. അല്ല, അവളുള്ളതുകൊണ്ട് വീഴുന്നില്ല ഞാൻ, പക്ഷെ തട്ടുന്നുണ്ട് അവിടെ. കൈ വേദനിക്കും. അല്ലേ അല്ലേ? ഒരു ഔട്ട്ഫിറ്റ് ആണ് നമുക്ക് മെയിൻ. ഔട്ട്ഫിറ്റ് ഫുള്ളാക്കണം നമ്മൾ. എൻ്റെ ഔട്ട്ഫിറ്റ് നല്ല അതല്ലേ നമ്മൾ മാച്ചായത്. എന്നിട്ട് അവരടി മൊത്തം ഞാൻ അത് റീച്ചാവും. ഇവിടെ നിന്ന് കയറിക്കൊണ്ടിരുന്ന പുസ്തക ഹൗസിൽ. പക്ഷെ ഇന്ന് നമ്മൾ അറിഞ്ഞൂടാ. എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഓലയുടെ കാര്യം ഇങ്ങനെ പറയുമായിരുന്നു. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഓല വെച്ചപ്പോൾ കഴിഞ്ഞ ഔട്ടിങ് കിട്ടിയപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ നിന്നൊന്നും ഓല ഇല്ല, അതുകൊണ്ട് അടി അങ്ങനെ എല്ലാ ദിവസം ഓലയും നിൽക്കില്ല. ഞാൻ എടുക്കുന്നുണ്ട് അവരിടക്കിടയ്ക്ക്. അയ്യോ ആരൊക്കെയോ നോക്കുന്ന കുഴപ്പമില്ല, നമുക്ക് മൈൻഡ് ചെയ്യരുത്. മൈൻഡ് ചെയ്യാതെ നടക്കണം. അതല്ലേ ഞാൻ പറഞ്ഞ മൈൻഡ് ചെയ്യേണ്ട. അയ്യോ അയ്യോ റോട്ടിൽ പോകുന്നവരൊക്കെ ശ്രദ്ധിക്കും. ചെറുക്കന്മാർ നോക്കിയത് എന്താ? ആ കൊച്ചു പിള്ളേര് അങ്ങനെയല്ല. ഈ പള്ളിയിലാണ് ഞങ്ങൾ സ്ഥിരം വരാറ്. അറിയാം, യൂട്യൂബിൽ അറിയാണ്ട് വഴിയില്ല. ഈ പള്ളിയിലാണ് ഞങ്ങൾ സ്ഥിരം വരുന്നത്. എടി അവിടെ ഉണ്ടടി ഓല. ഓല കിട്ടും ഇവിടെ. കണ്ടോ ഓല അവിടെ. എത്ര മണിക്ക് നിങ്ങൾക്ക് കയറണം? 9 മണിക്ക്. എന്തടി നമ്മളെല്ലാം ഞാനൊരു കുറിയിട്ട് ഇറങ്ങിയ ഹിന്ദു അല്ല ഞാനൊരു കുറിയിട്ട് ഇറങ്ങിയ ഞാൻ ഹിന്ദു. ഞാൻ കുറി ഇടാതെ ഇറങ്ങിയ ഞാൻ ക്രിസ്ത്യൻ. ഞാൻ തട്ടിട്ട് ഇറങ്ങിയ മുസ്ലിം. അത്രേ ഉള്ളൂ. ചെയ്യാണ് നമ്മൾ. ഇതല്ലേ നാട്ടിൽ വിചാരിക്കും ചാവാൻ കിടന്നാലും ബ്ലോഗ് എടുത്തോണോ എന്ന്. ഡിമാർട്ടിൽ പോകുന്നുണ്ടോ നിങ്ങൾ? നല്ല രസമുണ്ട് ക്യാമറ ഇവരെയൊക്കെ കാണാൻ. അയ്യോ പട്ടി പട്ടി പട്ടി. എടി പിടിയടി ഫോണ്, അല്ലെങ്കിൽ എനിക്ക് കാണാൻ പറ്റില്ല. അയ്യോടി നല്ല ക്യൂട്ടായിട്ടുണ്ട്. നമ്മളെ ഡിമാർട്ടിൽ എടി ഇതിനകത്തുള്ള ഐസ്ക്രീം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ദേ പോകുന്നു നമ്മളെ മൈൻഡ് ചെയ്യാണ്ട് എല്ലാം. എടി എന്താ എടി എടുത്ത അവിടുത്തെ കാറിന്ന് നില്ല കഴിച്ചു. അവിടെ ചെല്ലുമ്പോ കാണിച്ചാൽ എന്താ എടുത്തേ നോക്കട്ടെ. വേഗം നട. എടി ഗിഫ്റ്റ് പേപ്പർ എടുത്ത് ഞാൻ തോന്നുന്നു കള്ളികള്. ഇതിവിടെ എന്തോ കൈ കടത്തി വിടുമാര്. അതെന്താന്നറിയത്തില്ല. വേണ്ട 2 കള്ളികൾ പോകുന്നു. നാട്ടെ ഗൈസ് പിടിക്കാതെ വന്നു. അല്ല കള്ളന്മാരെ കിട്ടിയില്ലെങ്കിൽ പറഞ്ഞാൽ മതി. ഇതാണ്ട് ഇവിടെ തന്നെ ഉണ്ട് എൻ്റെ ക്യാമറ. കൊള്ളാലോടി.
എന്തുകൊണ്ടെന്നാൽ അവരുടെ തിരസ്കാരം ലോകത്തിന്റെ അനുരഞ്ജനമായിരിക്കും. അവരുടെ സ്വീകാര്യം ജീവനില്ലാതെ ഞങ്ങള് കുറച്ചുകൂടി ഇനിയൊരു 10-20 മിനിറ്റും കൂടെ ഉണ്ടെന്ന് തോന്നുന്നു. ഞങ്ങൾ ഓല മേടിച്ചു. ഇത്ര നേരം ആദ്യമായിട്ടാ പള്ളി ചെന്നിരിക്കുന്നത്. ഞാൻ ഇരുന്നിട്ടുണ്ട്. അവളുമാർ 2 പേര് 3 പേരുണ്ട്. അപ്പോൾ അവർ 3 പേരും അവിടെ ഇരിക്കുക. ഇനിയിപ്പോൾ അവരെന്തായാലും കുർബാന എന്തോ സ്വീകരിക്കുന്ന സംഭവമുണ്ട്. അത് കഴിഞ്ഞിട്ട് വരത്തുള്ളൂ. ഞങ്ങളിപ്പോൾ നേരെ ഡിമാർട്ടിൽ പോകുന്നത്. സമയം വേസ്റ്റ് ആക്കണ്ടെന്ന് വെച്ചു. അവർ ഹായ് പറഞ്ഞു മടുത്തു എൻ്റെ വ്ളോഗിൽ. നമ്മളെന്തായാലും പോട്ടെ. ഡിമാർട്ടിൽ കയറി. ചൂട് ഇവിടെ നല്ല AC. ഒരു റീലുണ്ട് കേട്ടോ. ഇങ്ങനെ ഞാൻ കാണിക്കാം. അവളിവിടെ ഇടി അഞ്ചരി. ഇനി പറഞ്ഞില്ലായിരുന്നു ഞാനിപ്പോൾ എടുക്കത്തില്ല. അയ്യോ എടുത്തു കഴിഞ്ഞു. നല്ലായിരുന്നു. വെട്ടിയോ? നല്ല കൊള്ളാം. ആണോ ഈ കൊച്ചിന്? വേണ്ട, അവിടെ വേറെ എന്തോടാ ഭയങ്കര ഷോപ്പിംഗ്. ഒരു സാധനം താണ്ട താഴെ സോക്സ്. എന്തൊക്കെയോ വേണ്ടാത്തത്. കുർബാന സ്വീകരിച്ച ആൾക്കാരെ പരിചയപ്പെട്ടെന്ന് അല്ല കണ്ടു കിട്ടി. അവൾമാരി പോയി കാത്തിരുന്ന് അഞ്ജലിക്ക് പറ്റിയ ഡ്രസ്സ് കിട്ടി. കാണീല അഞ്ജലി? ഇനിയാണ് നല്ല രസമുണ്ട് അഞ്ജലി. നിനക്ക് നല്ല ചേരുന്നുണ്ട്. നിനക്ക് പറ്റിയ സൈസ്. തുമ്പി നീയാ തുമ്പി? അവള് തുമ്പേ. വയ്യാത്ത ഞാൻ ഐസ്ക്രീം കഴിച്ചാൽ നടക്കുന്നത്. എനിക്ക് ജലദോഷമില്ലേ? ഒരു നീണ്ട ആലോചനയിലാണ് എവിടെ പോകണം കഴിക്കാനെന്ന്. എല്ലാവരും ഭയങ്കര എല്ലാവരും എന്ത് ഫുഡ് കഴിക്കണമെന്ന് പ്ലാൻ ചെയ്യുവാണ്. എവിടെ പോയി കഴിക്കണമെന്ന് മലയാളി ഫുഡ് കേരളം പുച്ഛിച്ചൊന്നുമില്ല. ഞാൻ പറഞ്ഞ കേരളത്തിൽ പോയ കേരളത്തിൽ ഫുഡ് കഴിക്കണം. ഹൈദരാബാദിലുള്ള എന്തെങ്കിലുമൊക്കെ കഴിക്കണം. പക്ഷെ ബിരിയാണി താല്പര്യമില്ല. മന്തിയാണ് എവിടെ പോയാലും തലയുണ്ടോ അവിടെ കറക്കി തിന്നാലും അവളെ തലയാണ്. അപ്പൊ നമ്മൾ പ്ലാൻ ചെയ്ത് പോയി കഴിക്കട്ടെ. എന്തായാലും വിശപ്പ് അങ്ങനെ ഇല്ലല്ലേ. ദേ ഒരു പട്ടി. അവനെയും കൂടെ ഞാൻ ഫേമസ് ആക്കാം. ഇപ്പൊ തൊട്ട് കരിമീൻ ജ്യൂസ് കുടിക്കാൻ പറഞ്ഞാണ് ഞങ്ങൾക്ക് കരിമീൻ ജ്യൂസ് കുടിക്കും. എല്ലാവരും ഭയങ്കര ഇഷ്ടം. മനസ്സിലായി, എല്ലാം മനസ്സിലാവുന്നുണ്ട്. പറഞ്ഞിട്ടൊക്കെ എടുക്കണ്ടേ? പൂ കണ്ടോ? വേറെ പൂ ഇവിടെ കുറേ ഉണ്ട്. ആരെങ്കിലും നമുക്ക് ഇതുപോലെ മേടിച്ചു തന്നിരുന്നെങ്കിൽ. നിങ്ങൾക്ക് വേണമെങ്കിൽ വന്ന് മേടിക്കും. ഹൈദരാബാദ് കുറച്ച് എക്സ്പെൻസീവ് ആണെന്ന്. വേറൊരു പൂ എന്താ പേര് പറഞ്ഞേ? എന്ത് പേര് വായിക്കൊള്ളാത്തൊരു പേര്. അതിന് 100 രൂപ ഒരെണ്ണത്തിന്. അത്ര വലിയ നീളമുണ്ട്. ഒരാൾ 329 ഇപ്പോൾ കാണിക്കണം. പ്ലീസ് നമ്മളങ്ങനെ പിസ്ത ഹൗസിൽ വന്ന് ഫുഡ് ചെയ്യും അല്ലേ? കുറേ നേരം പൈസയൊക്കെ ഡിവൈഡ് ചെയ്ത് അവസാനം നമ്മളൊരു ഇതിലെത്തി. ആണോ? അതിപ്പോൾ നമുക്കിപ്പോൾ എന്താ നമ്മളിപ്പം ജസ്റ്റ് അല്ല എടുത്ത് വന്നേന്ന്. അപ്പോൾ കേസ് നമ്മൾ കഴിക്കണം. ലേറ്റ് ആവില്ലേ? തൊട്ടപ്പുറത്ത് തന്നെ നമ്മൾ മന്തി വാങ്ങിച്ചിരിക്കുന്നു. മന്തി രണ്ട് ഇവിടെ പനീർ ബിരിയാണി. ഇത് നല്ല സ്ഥലം എടുക്കണേ. ഒരു മൂലയ്ക്ക് എടുക്കണേ.
സിസ്റ്റേഴ്സാണ്. എനിക്ക് കുശുമ്പാണ് ഇവരെ ചിലപ്പോൾ കാണുമ്പോൾ എനിക്ക് എൻ്റെ അനിയത്തി മിസ് ചെയ്യും. പക്ഷെ എനിക്കും ഞാനിവിടെ ജിൻസൺ ഇതുപോലെ ഒരുമിച്ച് ഒരേ സ്ഥലത്തൊക്കെ വരാമെന്ന് ഉദ്ദേശിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ രണ്ടുപേരും ഒരിടത്തല്ലേ മിസ് ചെയ്യുന്നില്ല? ഇത്രയും മിസ് ചെയ്യാൻ വീട്ടിൽ പോയി പിന്നെ അടിയുണ്ട്. സാധനങ്ങളൊക്കെ തള്ളിച്ചിട്ട് ഞാൻ ഒരിക്കലും ഡയലോഗ് ഇനി നമ്മൾ അലമ്പാൻ പാടില്ല, ഡീസൊക്കെ ഡീസൻ്റ് ആയിരിക്കണം. അതിന് നമ്മുടെ ലുക്സും നമ്മുടെ സംസാരമൊക്കെ ഭയങ്കര ഞങ്ങള് ഇതിൽ കയറി ലിഫ്റ്റിൽ കയറിയിട്ട് ഞങ്ങള് നമ്പർ പറയാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും മടി. എന്നിട്ട് ആരും 6 ഞെക്കിയില്ലേ, ഞങ്ങൾ എന്നിട്ട് 7 പോയി ഇറങ്ങിട്ട് ഇല്ല. അപ്പൊ ഞാൻ ഇല്ല, നമ്മളുണ്ടായിരുന്ന ഇൻട്രോവേർട്ട് ആയി പോയിട്ട് ഞാൻ പറഞ്ഞു ഞാനിപ്പോ ഇൻവേർട്ടർ നിങ്ങൾ ആരെങ്കിലും പറഞ്ഞോളാൻ വേണ്ടതല്ലേ. അതിന്റെ പിറ്റേന്ന് ഞാനും വയസ്സും കയറി. എന്നിട്ട് ഞങ്ങൾക്ക് നമ്പർ പറയാൻ മടിയാ. ഈ ലിഫ്റ്റിൽ 6 ഫ്ലോറിൽ ഞെക്കാൻ പറയാൻ. എന്നിട്ട് ഞങ്ങൾ 7 ഞെക്കിയിട്ട് 7 ഇറങ്ങി. പിന്നെ ഒരു നടന്നാ വന്നേ വല്ലാത്തത് ഇൻവേർട്ടറിന്റെ ഒക്കെ കാര്യം എന്താണ്ടിരിക്കുന്നു. കയ്യൊന്നും കഴുകിയില്ല. ഞാൻ 2 കാണാത്തത് നമ്മൾ ഓർഡർ ചെയ്തത് ഇതും മന്തിയിൽ 4 പീസിൽ പിന്നെ 1 പീസിൽ. കാരണം നമ്മൾ 5 പേരുണ്ട്. നോൺ വെജ് കഴിക്കുന്ന, വെജ് കഴിക്കുന്ന 1-2 പേരുണ്ട്. ആദ്യം കുപ്പി കൊണ്ടുവന്നു. കുറച്ച് വെള്ളം കുടിക്കട്ടെ. കുപ്പി കണ്ടു ഇച്ചിരി 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 നല്ലതായിരിക്കുന്നു. ഇച്ചിരി കൂടി അങ്ങനെയല്ല ഈ ശരിക്കും വെള്ളം കഴിക്കും. സെക്കൻഡ് റൗണ്ട് ഇതെന്തു പാടി തൈര തൈരപ്പിതോ അല്ലേ പ്ലേറ്റ് കേട്ടാ കള്ളക്കളി കളിക്കല്ലേ? ഇതെന്ത് സ്പീഡാടി. എനിക്കറിയത്തില്ല. ആ അറിയാം അറിയാം. അത് കാണാൻ ഒന്നുമില്ലടി. ട്രോളല്ല അതിനകത്ത് ട്രോളല്ല. കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുമോ അവിടെ? കളർ പൊടിയൊക്കെ ഇട്ട് പറ്റിക്കുന്ന. നെക്സ്റ്റ് ഞാൻ കഴിഞ്ഞാറ് നീ സന്തോഷത്തോടെ മറിച്ചിട്ട് എവിടെ എവിടെ അതെനിക്ക് എടുത്തോ. ഒരു വീഡിയോ പിന്നെ യൂട്യൂബിൽ ഇടാൻ ഞാൻ പിന്നെ ചുമ്മാ എടുക്കണം. അതങ്ങനെയാ കുറച്ച് കഴിവുള്ളവർക്ക്. അതെന്താ അസൂയാണ് നിനക്ക് ഈ സ്ഥലം കിട്ടിയത്? ഈ കളർ കൂടി ഇഷ്ടപ്പെടാനുള്ള കളർ ഇഷ്ടപ്പെടാനുള്ള ചുമ്മാ ഓള് കഴിഞ്ഞിട്ട് മാസം കഴിഞ്ഞു. എന്താ എടുത്ത പിന്നെ എടുക്കട്ടെ. അവസാനം പിന്നെ ഓപ്പൺ ചെയ്തോണ്ടിരിക്കണ്ടേ. അതിൽ നിനക്കൊരു കണ്ടന്റ് ഉണ്ട്. ഇപ്പൊ നീ ബിരിയാണി കൊണ്ടേ വെക്കുമ്പോ മന്തി കൊണ്ട് ഇത് സൂപ്പ് എന്ന് റീസ പറഞ്ഞു. എനിക്കറിയത്തില്ല. ഇവിടെ ഒരാള് തീരാ കളി അതാ കളി കളി കളി. ഇഷ്ടപ്പെട്ടോ എനിക്ക്? എനിക്കും ഇഷ്ടപ്പെട്ടു പേഴ്സണലി. ഇഷ്ടപ്പെട്ടോ? കുടിക്കി ചൂടല്ലേ?
അവിടെ ഞാൻ ഇങ്ങനെ ശരിക്കും നന്നായി വീഡിയോ എടുത്ത് വെച്ചോണ്ടിരുന്നത്. അല്ലെങ്കിൽ ഇപ്പൊ പറഞ്ഞാൽ എന്തെങ്കിലും നല്ല കാര്യം പറയുമ്പോൾ നിങ്ങളോട് പറയാം. എന്തെങ്കിലും നല്ല കാര്യം പറയുമ്പോൾ സാധാരണ ക്യാമറ ഓഫ് ചെയ്യാറാണ് പതിവ്. സീരിയസ്ലി എല്ലാം കഴിഞ്ഞിട്ട് ക്യാമറ ഓൺ ആക്കി വരുന്നത്. ട്രീസൊക്കെ ചില സമയം ഒട്ടും തമാശ പറയും, തിരിച്ച് തപ്പോളം എല്ലാം കഴിഞ്ഞ ക്യാമറ ഓൺ ആക്കി ഞാൻ എല്ലാം കഴിഞ്ഞ് ക്യാമറ ഓണാക്കി പറ്റുന്നില്ല. ഞങ്ങൾ സംസാരിച്ചു പറയാം, ഒരുപാട് സംസാരിച്ചു. എനിക്ക് നിങ്ങൾക്ക് കൂടുതൽ സംസാരിക്കുന്ന മാത്രമേ ഈ വീഡിയോയിലുള്ളൂ. ഇത്രയും ലോങ് ആയിട്ട് ഞാൻ ഒരു ഇത് എടുത്തിട്ടില്ല ബ്ലോഗ്. ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കാം. ഒന്നും പറഞ്ഞില്ലടി ഇവിടെ പള്ളി വന്നു കഴിഞ്ഞാൽ കുർബാന കൂടാതെ നല്ല പിള്ളേർക്ക് നമ്മളിതൊന്നും ശ്രദ്ധിച്ചില്ല. നമ്മൾ തന്നു തന്ന കാര്യം ചെയ്തു പോയി. ഞാനിവിടെ ഞാൻ പറഞ്ഞു വിഷമിക്കട്ടെ, എനിക്ക് അവർക്ക് ആസ്വദിക്കാൻ ചെറുതാക്കിയെന്ന് പറഞ്ഞു. അവിടെ അപ്പോൾ അപ്പൊ സമാധാനം. കോരിക്കുടി അങ്ങോട്ട് മന്തി വന്നു. മന്തി അതെ 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 അതെ. എത്രയാ? ഇനി ഒരു പ്ലേറ്റ് കൂടെ വരാണ്ട്. 4 പേർക്കുള്ളത് 5 പേർക്കുള്ളത്. ഇത് തിന്നു മടുക്കും അഞ്ചടി. സെർവ് ചെയ്ത് ഞാൻ തന്നാ മതി ഓടി. ഇത് മാത്രമേ ട്രൈ ചെയ്യാമോ? അതങ്ങോട്ട് കണക്കിന് ശരിയായില്ലല്ലോ. അവിടെ ടേസ്റ്റ് ചെയ്യാൻ ക്യാരറ്റ്, ചെറിയ ക്യാരറ്റ് അത് എടുത്തോട്ടെ. ആ ക്യാരറ്റ് കിട്ടിയല്ലോ അവിടെ നമുക്ക് ക്യാരറ്റ്. അത് പനീർ ബിരിയാണി. എനിക്ക് മയോണൈസ് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ എല്ലാവർക്കും ഇങ്ങനെ സെർവ് ചെയ്ത് കൊടുക്കുന്ന പരിപാടി. ക്യാമറ കുറച്ച് നേരം ഓഫ് ചെയ്ത് വെച്ചാൽ എല്ലാവരും ഇപ്പം ഫാസ്റ്റ് കാത്തി. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. എല്ലാവരും ഇരുന്ന് കഴിക്കണം. അല്ലാണ്ട് ഒരിക്കലും ഇവിടെ കൂടെ ആരും ഫുഡ് കഴിക്കാൻ പോകരുത്. കാരണം കയ്യിലുള്ള എല്ലാ ക്യാരറ്റും ഇതും കുക്കുംബറും എടുത്തോണ്ട് പോകും. അത്രയ്ക്ക് പേരും എന്നാ അറിയാം. മലയാളി സാരി ഇത് നമ്മളിവിടെ കാണുന്ന പക്ക അലമ്പുണ്ടാക്കുന്ന കേസ് മലയാളി നമ്പർ 2. സത്യം പറഞ്ഞാൽ ഞങ്ങൾ ചേച്ചി ഇവിടെ ഇരിക്കുന്ന തെലുങ്കുസാണ്. അങ്ങനെ സംസാരിക്കുന്നത് മൊത്തം ആദ്യമേ തന്നെ ക്യാറ്റ് എടുത്തോണ്ട് ഫുഡ് കഴിച്ച് മടുത്തൂടെ എല്ലാവരും. ഒരാൾ കിടന്നുറങ്ങാറായി ഫുഡ് കഴിച്ച്. ഇവിടെ ഒരാൾ ഇത് പാഴ്സൽ ചെയ്യാൻ വിചാരിച്ചോണ്ടിരിക്കുക. എനിക്ക് പിന്നെ ഇത്രയും പാഴ്സൽ ചെയ്യാൻ പറ്റാത്തത് ഞാൻ കുത്തി നിറയ്ക്കാം. കാരണം ഇതെല്ലാം പോകുന്ന ഒരു വ്യക്തി. ഇതെല്ലാം പോകും, എത്ര വേണം പോകും. ഇവിടെ ക്യാമറ കിടക്കുമ്പോ പറയാം. അപ്പൊ എവിടെ ഒളിക്കാനുള്ളായിരുന്നു. എനിക്ക് മതിയായി. എങ്ങനെയും കഴിച്ചു തീർത്തിട്ടാണ് ഹോസ്പിറ്റലിൽ ചെന്ന് വെള്ളം കുടിക്കാം. എന്നതാ എന്താടാ മടുത്തോടെ? ഞാൻ ചിക്കൻ അസ്ഥി വരെ കാണിച്ചു. ഊമ ഭാഷയാ കഴിച്ചിട്ട് വയറ് വീർത്തിട്ട് ആർക്ക് സംസാരിക്കും. എത്ര എല്ലുണ്ട് അതിന്? എല്ലാവർക്കും മട്ടായി കഴിക്കട്ടെ. എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞോണ്ടായിരിക്കും. ഇനി ഒരു മണിക്കൂറുണ്ട് ബാക്കി. എനിക്കറിയത്തില്ല.
വേണ്ടായിരുന്നു ലിപ്സ്റ്റിക് വരുമോ ആൾക്കാർക്ക് നമുക്ക് വട്ടാം വെറുതെ ഇരിക്കുക. ലിപ്സ്റ്റിക് ആവട്ടെ എടി തുമ്പ ലിപ്സ്റ്റിക് ഇടട്ടെ എനിക്ക് ഫ്രണ്ട് ഞാൻ കാണിക്കൂ ലിപ്സ്റ്റിക് ഇടണം നല്ല അവരടിച്ചിറക്കുന്നതിന് മുമ്പ് ഞങ്ങൾ നൈസിനെ ഇങ്ങനെ ഇറങ്ങി പോകുന്ന വെയിലാണെങ്കിലോ ഇവിടെ എന്തുവാണ് ഇത് ചൂട്. ഒരു ജ്യൂസൊക്കെ മേടിക്കണമെന്ന് പറഞ്ഞിരിക്കും. എന്താണ് വീണ്ടും കരിമ്പിൻ ജ്യൂസ് റോയിന് നടുക്കുന്നതാണ്. ചാടാ നമ്മൾ ഹോസ്പിറ്റലിൽ വരെ പോകാൻ പോകണമെങ്കിൽ അവിടെ ഇരിക്കുക, ബസ് വരും, കയറി പോവാം. കൊള്ളായിരുന്നു ഇന്നത്തെ ദിവസം. കുടിക്കുട്ടി തണുത്ത വെള്ളം കാണിച്ചു പൊട്ടിച്ചേ കുടിക്കട്ടെ കുടിക്കട്ടെ താന്നു. അവർക്ക് ഞാൻ കൊടുത്തപ്പോൾ ആദ്യം മേടിച്ചില്ല. നിനക്ക് വേണോ വെള്ളം മഞ്ചേരി? എനിക്ക് വേണ്ട. ഇനി കുറച്ച് നേരം റെസ്റ്റ് എടുക്കട്ടെ. അത്യാവശ്യം കുറച്ച് എനിക്ക് വയ്യ. എന്നിട്ട് ഞാൻ എന്താ മിക്കവാറും എയറിലാവും. ഞാൻ എന്തായാലും വയ്യാതായിട്ട് തണുത്ത വെള്ളം, തണുത്ത ഐസ്ക്രീം, എനിക്കറിഞ്ഞൂടെ എന്തൊക്കെയാണ് കുടിക്കുന്നതും കഴിക്കുന്നതും. എന്തേലും വന്നു കഴിഞ്ഞാൽ സാക്ഷികളായിട്ട് ഇവരെല്ലാവരും വെള്ളം കുടിച്ചുകൊണ്ടിരിക്കാൻ തോന്നി. കുടിച്ചു ഭയങ്കര ചൂടിവിടെ. അവളുമാര് ജ്യൂസ് വാങ്ങാൻ പോയിരിക്കുന്നു, വാട്ടർ മെലൺ ജ്യൂസൊക്കെ. പെണ്ണാണ് ചടങ്ങ്, അല്ല പെണ്ണാണ് ചടങ്ങ്. ആ വേണം. പക്ഷെ ഇതൊരു മുടി രാവിലെ തൊട്ട് കുറച്ചും കൂടെ ഒന്ന് ഒതുങ്ങി മുടി, ബട്ട് സ്റ്റിൽ ബ്യൂട്ടി. അതിന് അപ്പോഴേ അവിടെ നിന്ന് എടുത്തത് എടുക്കാൻ. പോയപ്പോ തൊട്ട് നിനക്ക് വേണോ അത് കുടിച്ച് കുടിച്ച് ഇനി അടുത്ത ഡെസ്റ്റിനി ആയിട്ട് ഡെസ്റ്റിനി എന്നല്ലേ എന്താ ഡെസ്റ്റിനേഷൻ? ഓ ഡെസ്റ്റിനേഷൻ അത് കിട്ടാൻ വേണ്ടി. ആ അപ്പോൾ ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ പാലിക്ക ബസ്സാറാണ്. പിന്നെ ഞങ്ങൾ ഇതിനു മുന്നേ പോയിട്ടുണ്ട്, ഞാൻ അശ്വതിയും. ഞങ്ങൾ വീണ്ടും പോകാമെന്ന് ചോദിച്ചാൽ അറിയത്തില്ല. 4:30 ബസ് എടുക്കുന്നതാണ്. ഇപ്പോൾ 3:10 ഉള്ളൂ. ഞങ്ങൾ വെച്ച് പോയിട്ട് വരാം. ബസ്സാറെത്തി വന്ന് കയറിയില്ല, അപ്പം തന്നെ കുടി കൊടുക്കാണ്. പാലിക്ക ബസ്സാണ്. ഇവിടെ ഒരുപാട് സാധനങ്ങൾ കിട്ടും. ഫ്രണ്ടിലോട്ട് നടന്നു കാണും മിക്കവാറും. പിന്നെ ഇവിടെ എന്ന് പറഞ്ഞാൽ ചില കടയിൽ നല്ല വില കുറച്ച് സാധനങ്ങൾ കിട്ടും, ചില കടയിൽ വില കുറച്ച് സാധനങ്ങൾ കിട്ടില്ല. അതാണ് സത്യം അല്ലേ? നല്ല രസമുണ്ട്. നീ ഇടുന്നോ? എന്തൊക്കെയാ? അതെ അതെ, വൈറ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു. വൈറ്റ് പച്ച കൊള്ളാം അല്ലേ വൈറ്റിനേക്കാളും. ആ മഞ്ഞ കൊള്ളാം. അതെ അതെ. ബാക്കി എല്ലാവരും ഓരോ സാധനങ്ങൾ മേടിക്കാൻ പോയി. ഞങ്ങളിങ്ങനെ ഓരോടത്തും ഇങ്ങനെ നോക്കി. ഇവിടെ വന്നുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഏത് കടയിൽ ചെന്നാലും നമ്മൾ കയറേണ്ട ആവശ്യമില്ല. നമ്മുടെ നാട്ടിലെ കാര്യം എന്താ പറയുക, ഇവർ പറഞ്ഞുകൊണ്ടേയിരിക്കും. വാ കയറി നോക്കി കയറി നോക്കി മാറ്റി. ഈ ഊബർ വയ്ക്കാതെ നീ ശ്രദ്ധിച്ചിട്ടില്ലേ? നമ്മൾ ഓട്ടോയ്ക്ക് വെയിറ്റ് ചെയ്യാനായിരിക്കില്ല, അവർ ചുമ്മാ വന്ന് പറയുകയെന്ന് ചോദിച്ചുകൊണ്ടേയിരിക്കും. സത്യം. ആ എന്തായാലും
ഞങ്ങളിവിടെ തപ്പി തപ്പി നടക്കും. അവളുമാർ രണ്ടുപേരും വെള്ളം മേടിക്കാൻ പോയി. ആ മനസ്സിലായി. അതെ ഇവിടെയൊക്കെ മുടുക്ക് വഴികളെ നോക്കുന്നു. അതെ എല്ലാ സ്ഥലത്തും സ്റ്റെപ്പ് ഇറങ്ങിയ കുറേ സ്ഥലം ഇടിയപ്പോഴല്ലേ ഇവിടെ ഒന്ന് ഇറങ്ങിയ. നമുക്ക് നമുക്ക് തിരിച്ചു നടക്കാം. എന്തോ പറഞ്ഞു. എന്തായാലും ഇനി നമുക്ക് ചുമ്മാ വിളിക്കുന്നത് ഇവിടെ ഇറങ്ങി ഒരാൾക്കൊട്ടും വയ്യ. യെസ് നമ്മൾ പോവാണ് തിരിച്ച്. ഇവിടെ എനിക്ക് ഇന്നത്തെ ദിവസം കണ്ടിട്ട് എനിക്കത് മേടിക്കണം എന്ന് തോന്നിയിട്ടില്ല ഒന്നും. സത്യം പറഞ്ഞാൽ ഈ ദിവസം നമ്മൾ മറ്റിവിടെ പോയിരുന്നേ ചാർമിനാർ. അവിടെ മറ്റേ വള നമ്മൾ പറയുന്ന പോലെ ചെയ്തു തരും. അപ്പം ഇനി നെക്സ്റ്റ് ഔട്ടിങ് ഒന്നീ ചാർമിനാർ നമ്മൾ ഇത് ചെയ്യും. മേ ബി നിങ്ങൾ വരുന്ന എന്നിട്ട് ആ വളയൊക്കെ മേടിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. എന്നെ അത് കളയല്ലോ. അത് അവർ മേക്ക് ചെയ്യുന്ന വളയാണ്. അവർ നമ്മൾ പറയും ഡിസൈൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർ അതുപോലെ ചെയ്തു തരും. ഏഞ്ചലി ഞങ്ങൾ അവളുടെ പിറകെ ഉള്ള കാര്യമൊക്കെ അറിയത്തില്ല. അവളൊക്കെ നടന്നിട്ട് വിളിച്ചിട്ടാണ് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നുണ്ട്, വെയിറ്റ് ചെയ്യുന്നുണ്ടെന്ന്. ഇനി എന്തായാലും നമുക്ക് ചുമ്മാ നോക്കാം. ഇതേ നടക്കുന്നുണ്ട് ഫ്രണ്ടിൽ ഞങ്ങളുടെ. അവളുമാർ നടക്കുമോ? ഞാൻ പ്രതീക്ഷ ഒന്നും വന്നില്ല. അതെ ഞങ്ങളെ എനിക്കും വേണം. സീനാണോ എല്ലാരും കൈ പിടിച്ച് നടക്കുന്നു. എടി എനിക്ക് അറിയത്തില്ല എന്താന്ന്. അതെ അതെ ഞങ്ങൾ നമ്മൾ ഇവിടെ നിന്നാണ് മറ്റേ അന്ന് കുടിച്ചത്. എന്തോന്ന് കരിമീൻ ജ്യൂസ്. എന്നെ ആരെങ്കിലും ഈ കൈയിരിക്കുന്ന കുപ്പി എടുക്കാൻ സഹായിക്കുമോ? ആ നല്ല കുട്ടി, ഗുഡ് ഗേൾ. എന്റെ മുടി കണ്ടില്ലേ? നമ്മളിപ്പോ എത്തും. നമ്മളിപ്പോ എത്തും അവിടെ. എന്തൊക്കെയോ പിച്ചമ്മയും പറഞ്ഞ് നടക്കുന്നുണ്ട്. എന്നാ നമുക്കൊരു കൂടിക്കാഴ്ച. ഇനി നമ്മൾ ഒരുമിച്ചൊരു ഔട്ടിങ് പ്ലാൻ ചെയ്ത് ഒപ്പിക്കണം. നിങ്ങൾ അവിടെ ഔട്ടിങ് പറയുമ്പോൾ നമ്മളിവിടെ ഔട്ടിങ് പറയാം. ചോദിച്ചു അല്ലാതില്ല. ഇന്ന് തന്നെ ഞങ്ങൾ 1 2 3 4 4 ബോട്ടിൽ വെള്ളം വാങ്ങിച്ചല്ലേ ഈ ചൂടൂടെ സ്ഥിതിക്ക്. അതുകൊണ്ടില്ലായിരുന്നു സത്യം. അശ്വതി പാവം ബാക്കിന് വരും. നമ്മൾ ബസ് ഇപ്പോൾ വരും. ബസ്സിന് വേണ്ടിയിട്ട് പോവുക. അതും കൂടെ ഇനിയും ചെന്നില്ല. ബസ്സിൻ്റെ പാട്ടിന് പോകും. നമുക്ക് അതിന് മുന്നേ എത്തണം അവിടെ. ചില സമയം ഇംഗ്ലീഷും വരൂല വായിൽ, മലയാളവും വരത്തില്ല. ഒരു കുഴഞ്ഞ് സംസാരിക്കുന്നത്. ഇപ്പം തന്നെ തളർന്ന് വയ്യാണ്ടും കൂടെ ആയതുകൊണ്ട് എൻ്റെ വാക്കുകൾ പ്രൊണൗൺസിയേഷൻ ഒന്ന് ശരിയാണ്. ഞങ്ങൾ ബസ്സിനടുത്ത് ചെല്ലിൻ്റെ വീഡിയോ എടുക്കുക. എനിക്ക് തളർന്നു. ഞാൻ സത്യം പറഞ്ഞു തളർന്നില്ല. ഇനിയും എനിക്ക് എനർജി ഉണ്ട്. ബട്ട് എന്ത് ചെയ്യാനാ, നേരത്തെ ചെല്ലണം. അല്ലെങ്കിൽ ആ എനർജി ബസ്സിൽ നിന്ന് കുലുങ്ങാൻ ബാക്കി. അതെ, ബസ്സിൽ നിന്ന് കുലുങ്ങാൻ ബാക്കി വെക്കാം എനർജി. അങ്ങനെ ഒരു സത്യോട് പറഞ്ഞു. ഞാൻ പോവാം. അത് ഞങ്ങൾ പോകും. ഇതാണ് എൻ്റെ ലാസ്റ്റ് വീഡിയോ എന്ന് തോന്നുന്നു. ആണെങ്കിൽ ഇപ്പം തീർക്കും ഈ വ്ളോഗ്. ഐ തിങ്ക് യു ഗൈസ് ലൈക്ക് മൈ വീഡിയോ. എനിക്ക് ഇഷ്ടപ്പെടണമെങ്കിൽ പ്ലീസ് ലൈക്ക്, share, comment and subscribe. Thank you for watching. Thank you. Bye. Bye.